ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കൊരു വെബ്സൈറ്റിനെ ഡിസൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ഡിസൈൻ എലമെൻസുകൾക്കും അല്ലെങ്കിൽ ഓരോ ഡിസൈൻ ചെയ്യുന്ന പേജുകൾക്കും അല്ലെങ്കിൽ ഡിസൈനിൻ്റെ ഓരോ ഫ്ലോയ്ക്കും ഒക്കെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള ഓരോ പോയിന്റുകളും നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഓരോന്നും അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുപോകാനും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൃത്യമായി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താനൊക്കെ വീഴ്ചകൾ പറ്റാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ചെക്ക് ലിസ്റ്റ്, എങ്ങനെയാണോ നമ്മൾ ഓരോന്നും ഫോളോ ചെയ്യേണ്ടുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചെക്ക് ലിസ്റ്റ് അടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ വെബ്സൈറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് checklist.design എന്നാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഒരുപാട് നല്ല കുറേ ഡിസൈൻ സാമ്പത്തികമായിട്ടുള്ള പേജസുകളെ കുറിച്ചും എലമെൻറ്റ്സുകളെ കുറിച്ചും ഫ്ലോയെക്കുറിച്ചും അതുപോലെ ഡിസൈൻ ടോപ്പിക്സിനെ കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങളായിട്ട് നമുക്ക് ഇവിടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യമേ പേജസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ സെക്ഷൻസുകൾ കാണാം. അതിൻ്റെ അർത്ഥം നമ്മളൊരു വെബ്സൈറ്റിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പേജസുകളുടെ ഒരു നീണ്ട കളക്ഷൻസുകളാണ് ഇതെല്ലാം. നിങ്ങൾക്കറിയാം, ഒരു സാധാരണ ഒരു വെബ്സൈറ്റ് എടുത്താൽ അതിലൊരു ലോഗിൻ കാണും, പ്രൈസിങ് കാണാം, അല്ലെങ്കിൽ 404 പേജ് കാണാം, കോൺടാക്റ്റസ് കാണാം, സൈനപ്പ്, അങ്ങനെ ഒരുപാട് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന പേജസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓരോ ഏരിയാസുകളും ഈ പറയുന്ന ഓരോ പേജസുകളും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ലോഗിനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഗിൻ പേജ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവിടെ 1 by 1 ആയിട്ട് അവർ കൊടുക്കും. ഇതിലെ ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് അതിൽ ലോഗോ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടൈറ്റിൽ, അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു ലോഗിൻ പേജുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടുന്നത് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അതല്ലാത്ത പക്ഷം ആദ്യമേ തന്നെ അൺചെക്ക് ചെയ്യുക എല്ലാം. അതിനുശേഷം നിങ്ങൾ ചെയ്ത ഡിസൈൻ എടുക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം നിങ്ങളുടെ ഡിസൈനിൽ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ലോഗിൻ പേജ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ നിങ്ങൾ ഓരോന്നും ചെക്ക് ലിസ്റ്റ് ഫില്ലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തിരിക്കുന്ന ലോഗിൻ പേജ് ഒരു പ്രൊഫഷണലി വളരെ പക്കയായിട്ടുള്ള ഒരു ലോഗിൻ പേജ് ആണ് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓരോ പോയിന്റ്സുകളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിനോടൊപ്പം റൈറ്റ് സൈഡിലായിട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻസ്പിറേഷൻ അവർ തരും. അതായത് നിങ്ങൾക്കൊരു ലോഗിൻ പേജ് ചെയ്യുമ്പോൾ ലോഗിൻ പേജിൽ എവിടെയൊക്കെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കും. അതിനോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്ലോഗ് പോസ്റ്റുകൾ, നിങ്ങളുടെ ലോഗിൻ പേജുമായി ബന്ധപ്പെട്ടുള്ള മീഡിയത്തിൽ അല്ലെങ്കിൽ uxpandiൽ അങ്ങനെ പല രീതിയിലുള്ള നല്ല ബ്ലോഗുകളുടെ ആർട്ടിക്കിൾസുകളുടെ ഒരു ലിങ്കുകൾ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അതിൽ പോയി കഴിഞ്ഞാലും ലോഗിൻ പേജ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരുപാട് വായിച്ച് പഠിക്കാനും പറ്റും. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫോളോ ചെയ്തിരിക്കുന്ന കുറച്ച് വെബ്സൈറ്റുകളുടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളൊരു ലോഗിൻ പേജ് ചെയ്യാൻ പോയാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ പ്രൂവ് ചെയ്തു പോയാൽ നിങ്ങളുടെ ലോഗിൻ പേജ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ പ്രൊഫഷണൽ ആൻഡ് കറക്റ്റ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അതുപോലെ നിങ്ങൾ ബാക്കിലേക്ക് വന്നിട്ട് മറ്റേതെങ്കിലും പേജ് എടുക്കുക. ഇപ്പോൾ ബ്ലോഗ് പേജ് ചെയ്യണം, അല്ലെങ്കിൽ കരിയർ സെക്ഷൻ ചെയ്യണം, അങ്ങനെ ഏതൊരു പേജാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എടുക്കുക. അതിൽ വേണ്ടുന്ന കാര്യങ്ങൾ അവരിങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നും ചെയ്തെന്ന് ഉറപ്പുവരുത്തുക, ചെക്ക് ചെയ്തോളുക, അടുത്തതായിട്ട് ടിക്ക് ചെയ്തോളുക. എല്ലാ പോയിന്റ്സുകളും നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞുള്ള ഇൻസ്പിറേഷൻ കണ്ടുകൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കരിയർ പേജിന്റെ ഡിസൈനായി. ഓക്കെ, അപ്പോൾ ഇതൊരു ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമുള്ളതല്ല, വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പോർട്ടലാണിത്. കാര്യം പല ആൾക്കാരും പല പേജുകളും ചെയ്യുമ്പോൾ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിസ് ചെയ്തു പോകാറുണ്ട്. അതിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മിസ് ചെയ്യാറുണ്ട്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും ഒരു ഹയറാർക്കി വിട്ടുപോകാറുണ്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു വെബ്സൈറ്റ്, അതായത് ഒരു ചെക്ക് ലിസ്റ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പേജസ് പോലെ തന്നെയാണ് ഡിസൈൻ എലമെൻറ്റ്സുകൾ എന്ന് പറയുന്നത്. എലമെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ ഡിസൈനിൽ ഉപയോഗിക്കുന്ന ഒരുപാട് എലമെൻറ്റ്സുകളുണ്ട്. അപ്പോൾ ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം ഈ എലമെൻറ്റ്സുകളുടെയൊക്കെ പേരൊക്കെ പഠിക്കാനും ഈ വെബ്സൈറ്റ് ഒരു ഉപകാരപ്രദമാകും. ഫോർ എക്സാമ്പിൾ എന്താണ്
എന്താണ് അവതാർ, എന്താണ് ബാഡ്ജ്, എന്താണ് ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മുടെ ഡിസൈനിൽ ഉപയോഗിക്കുന്നതാണ്. ഒരു ലോഡിംഗ് പേജ് എങ്ങനെ ഇരിക്കണം, ഒരു മൊഡാൽ എങ്ങനെ ഇരിക്കണം, ഒരു ടൂൾ ടിപ്പ് എങ്ങനെ ഇരിക്കണം, ഒരു സെർച്ച് ബാർ എങ്ങനെ ഇരിക്കണം, ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു പുതിയ ആൾക്കാർക്ക് പഠിക്കാനും അതുപോലെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് ചെക്ക് ലിസ്റ്റ് ചെയ്യാനും വേണ്ടി ഇത് സഹായിക്കും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും എലമെന്റ്സുകൾ ഉണ്ടെങ്കിൽ ആ എലമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റ്സുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളുടെ കുറേ പോയിന്റ്സുകൾ തന്നിരിക്കും. ഓരോന്നും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ഡിസൈൻ ചെയ്തുകൊള്ളുക. അപ്പോൾ ഈ പേജസുകളായിരുന്നാലും എലമെന്റ്സുകളായാലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പറ്റും. ഇനി ടോപ്പിലോട്ട് പോയാൽ ഇവിടെ അതിൻ്റെ ലിങ്കുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോസിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റിൽ ചെയ്യേണ്ടത് ഒരുപാട് ഫ്ലോ ഉണ്ട്. അതായത് സബ്മിറ്റിംഗ് എ ഫോം, ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ ഉണ്ട് അതിൻ്റെ പിന്നിൽ. മേക്കിംഗ് എ പേയ്മെന്റ്, ഒരു പേയ്മെന്റ് മേക്ക് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു ഫ്ലോ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഫ്ലോ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ മേക്കിംഗ് എ പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഡിസൈനിൽ ഒരു പേയ്മെന്റ് കൊടുക്കുന്ന ഒരു പേജ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിന്റെ ഫ്ലോ എങ്ങനെ വേണം പോകാൻ, അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം എന്നൊക്കെ ഉള്ളത് ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ അതിൻ്റെ ഒരു ഇമേജ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. വളരെ വളരെ യൂസ്ഫുൾ ആണ്. എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈനേഴ്സിനും ഇത് ഒരുപാട് ഹെൽപ്പ് ആവും എന്നുള്ളതിൽ ഒരു സംശയമേ വേണ്ട. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ ഫ്ലോ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ ഡിസൈനിൻ്റെ സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനെ എല്ലാം ബാധിച്ചിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ ഫ്ലോ മനസ്സിലാക്കി ഓരോ പോയിന്റുകളും നിങ്ങൾ ചെക്ക് ചെയ്ത് കൃത്യമായ അളവിലും കൃത്യമായ രീതിയിലും ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഒരു ഹൈ ലെവൽ പ്രൊഫഷണൽ ഡിസൈനറായി മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഓക്കെ, അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ്, അതായത് ഈ checklist.design എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇപ്പോൾ തന്നെ ബുക്ക് മാർക്ക് ചെയ്തോളുക. ഏത് വെബ്സൈറ്റ് ഡിസൈൻ നിങ്ങൾ ചെയ്തിരുന്നാലും ഇതെടുത്ത് നിങ്ങൾ ഇതിൻ്റെ എല്ലാ ചെക്ക് ലിസ്റ്റ് പോയിന്റുകളും ഒന്ന് ഉറപ്പുവരുത്തിക്കൊള്ളുക. നിങ്ങൾക്ക് നല്ല ക്ലാസി ആയിട്ടുള്ള ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ്, ഈ ഒരു വെബ്സൈറ്റ് തീർച്ചയായിട്ടും UI ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുമെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ദയവേത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.